ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 24. ദൈവത്തിൻ്റെ കരങ്ങളിൽ. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. സങ്കീർത്തനം 91:15. ഡ്രില്ലിൻ്റെ ശബ്ദം 5 വയസ്സുകാരി സാറയെ ഭയപ്പെടുത്തി. അവൾ ദന്ത ഡോക്ടറുടെ കസേരയിൽ നിന്ന് ചാടിയിറങ്ങി. തിരികെ കിടക്കാൻ കൂട്ടാക്കിയില്ല. അവളുടെ ഭയം മനസ്സിലാക്കിയ ഡോക്ടർ അവളുടെ പിതാവിനോട് പറഞ്ഞു, ഡാഡി, കസേരയിൽ കിടക്കൂ. അതെത്ര എളുപ്പമാണെന്ന് അവളെ കാണിക്കാനാണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നതെന്നാണ് ജെയ്സൺ കരുതിയത്. അപ്പോൾ ഡോക്ടർ കൊച്ചു പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇനി മോൾ ഡാഡിയുടെ മടിയിൽ കയറിയിരിക്കൂ. ഡാഡിയുടെ കൈകൾ അവളെ ചുറ്റിയപ്പോൾ അവൾ ശാന്തയാകുകയും ഡോക്ടർക്ക് തൻ്റെ ജോലി തുടരാൻ കഴിയുകയും ചെയ്തു. ആ ദിവസം തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യം നൽകുന്ന ആശ്വാസത്തെക്കുറിച്ചുള്ള ഒരു വലിയ പാഠം ജെയ്സൺ പഠിച്ചു. ചില സമയത്ത് നാം കടന്നു പോകുന്ന പ്രതിസന്ധികളെ ദൈവം എടുത്തു മാറ്റുന്നില്ല, അതായത് അതിന് തുനിയുകയുമില്ല. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നവൻ എനിക്ക് കാണിച്ചു തരുന്നു. പരിശോധനകളെ അഭിമുഖീകരിക്കുന്നതിനുള്ള ബലം നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ ആശ്വാസദായക സാന്നിധ്യത്തെയും ശക്തിയെയും കുറിച്ച് സങ്കീർത്തനം 91 പറയുന്നു. അവൻ്റെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് വിശ്രമിക്കാമെന്നറിയുന്നത് നമുക്ക് വലിയ ഉറപ്പാണ് നൽകുന്നത്. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും എന്നത് തന്നെ സ്നേഹിക്കുന്നവർക്കുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത അനവധി വെല്ലുവിളികളും പരിശോധനകളും നാം നേരിടുന്നു. വേദനയിലൂടെയും കഷ്ടതയിലൂടെയും നാം കടന്നു പോകേണ്ടി വരും. എന്നാൽ ദൈവത്തിൻ്റെ ധൈര്യപ്പെടുത്തുന്ന കരം നമ്മെ ചുറ്റിയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രതിസന്ധികളെയും സാഹചര്യങ്ങളെയും സഹിക്കുവാനും അവയിലൂടെ നാം വളരുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തെ അനുവദിക്കുവാനും നമുക്ക് കഴിയും. ചിന്തിക്കുക, ഇപ്പോൾ നിങ്ങൾ എന്തു പരിശോധനയിലൂടെയാണ് കടന്നു പോകുന്നത്? ദൈവം എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്കെങ്ങനെ സ്വയം ഓർമ്മിപ്പിക്കുവാൻ കഴിയും? ദൈവത്തിന് മഹത്വം.